ഇന്ന് മധുരക്കിഴങ്ങ് ഉലർത്തിയതാണ് ഉണ്ടാക്കുന്നത്. മധുരക്കിഴങ്ങെന്ന് പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടേറ്റോ. 2 വലിയ സ്വീറ്റ് പൊട്ടേറ്റോ ആണ് ഞാൻ വാങ്ങിയത്. നല്ലതുപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. സാധാരണ പോലെയും വേവിക്കാം, അല്ലെങ്കിൽ പ്രഷർ കുക്ക് ചെയ്യാം. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. ആവശ്യമായ ഉപ്പ് ചേർക്കാം. വെള്ളവും ഒഴിച്ച് പ്രഷർ കുക്ക് ചെയ്യാം. ഞാനൊരു 4 വിസിൽ വരെയാണ് ഇത് വേവിച്ചത്. അതിനുശേഷം മാറ്റിവെച്ചു. അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോകുന്നതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. സവാളയേക്കാൾ ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇത് രണ്ടും ഞാൻ ചതച്ചെടുത്തു. കൂടാതെ കുറച്ച് കറിവേപ്പിലയും നുറുക്കി വെച്ചു. ഇനി പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാം. വേവിച്ച മധുരക്കിഴങ്ങ് അതിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. ഇനി അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളയണം. അതിനുശേഷം ഇതേമാതിരി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇത് ഉലർത്തിയെടുക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കടുകിടണം. കടുക് മുഴുവനും ഒന്ന് പൊട്ടിക്കോട്ടെ. അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇടാം. ചെറിയ കളർ ചേഞ്ച് വരുന്നതുവരെ ഇത് വഴറ്റണം. മധുരക്കിഴങ്ങിന് ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് വേറെ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഉള്ളി വഴറ്റി ഇതേമാതിരി ചെറിയൊരു കളർ ചേഞ്ച് വരണം. ഇതുപോലെ ആക്കിയെടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ക്രഷ് ചെയ്ത മുളക്, അത്രയുമാണ് ഇതിലേക്ക് ഇട്ടത്. ക്രഷ് ചെയ്ത മുളക് ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. പൊടികൾ വഴറ്റിയതിനു ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് അതിലേക്ക് ഇടാം. അരപ്പുമായി മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചോറിനും കഞ്ഞിക്കും ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. കൂടാതെ 4 മണിക്ക് ചായക്കൊപ്പവും ഇത് വെറുതെ കഴിക്കാവുന്നതാണ്. സാധാരണ ഉപ്പിട്ട് പുഴുങ്ങിയല്ലേ കഴിക്കുന്നത്. ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഞ്ഞി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കൂടുതൽ ഇഷ്ടമാവും. ഇത് കണ്ടോ, ഇതേമാതിരി ഉടഞ്ഞു പോകാതെ ഉലർത്തിയെടുക്കണം. വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട, ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. മധുരക്കിഴങ്ങ് ഉലർത്ത് റെഡിയായി കഴിഞ്ഞു. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.